ബാക്കി വന്ന ചോറ് കൊണ്ട് നല്ല കറുമുറെ കഴിക്കാൻ വേണ്ടി പറ്റിയ ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് 1 മാസത്തോളം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ മിക്സറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കാൻ വേണ്ടി പോകുന്നത് ഒരു മീഡിയം സൈസ് ഉള്ളി ഞാനിതാ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. റഫായിട്ടൊന്ന് മുറിച്ചെടുത്തതാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ 2 പച്ചമുളകും ഒരു 8 മുതൽ 10 അല്ലി വരെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്നത് 1/4 കപ്പ് അളവ് തേങ്ങ ചിരകിയതാണ്. തേങ്ങയും കൂടെ വരുമ്പോൾ ഈ ഒരു പലഹാരത്തിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. ഇനി ഇതിൽ ചേർക്കാൻ വേണ്ടി പോകുന്നത് ചോറാണ്. ഇത് ബാക്കി വന്ന് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വച്ചിരിക്കുന്ന ചോറാണ്. ഇതിപ്പോൾ മട്ടയരിയുടെ ചോറാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചോറ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് വെള്ളപ്പറ്റുള്ള ചോറ് ഉപയോഗിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതാദ്യം നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ സാധാരണ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ ചേർത്ത് കൊടുക്കാം. എനിക്കതൊന്ന് ക്രഷായി കിട്ടിയാൽ മാത്രം മതി. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുത്തത്. നമ്മളുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് അരിപ്പൊടിയാണ്. നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ ബാക്കി വന്ന ചോറ് ഉപയോഗിച്ചിട്ടുള്ള ഒരു റെസിപ്പി ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു ഇതിൽ അരിപ്പൊടി ഉണ്ടല്ലോ എന്ന്. ചോറ് ചേർക്കുമ്പോൾ ബൈൻഡിങ്ങിനായിട്ട് നമ്മൾ എന്തായാലും എന്തെങ്കിലും ചേർത്തേ മതിയാകുള്ളൂ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിലും ഇവിടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കണം. നമ്മളിത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ആ ഒരു ചോറിൻ്റെ പറ്റിലാണ് നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ പാകത്തിനുള്ള കൂട്ടാണ് കിട്ടിയിരിക്കുന്നത്. 1 കപ്പ് ചോറിന് 1 കപ്പ് അരിപ്പൊടി മാത്രമേ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾ കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ശരിയാക്കി എടുക്കണം. ഈ ഒരു രീതിക്ക് ഒട്ടും തന്നെ പറ്റിപ്പിടിക്കാത്ത കൂട്ടാണ് ആവശ്യമായിട്ടുള്ളത്. നമ്മളുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ നിന്നും ഒരു ചെറിയ പോർഷൻ ഞാനിപ്പോൾ എടുത്തിട്ട് അത് നമ്മൾ പരത്തിയെടുക്കാനാണ് പോകുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിത് ഇപ്പോൾ ഇവിടെ കുറച്ച് അരിപ്പൊടി അതിന് വേണ്ടിയിട്ട് തൂക്കി കൊടുക്കുന്നുണ്ട്. പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അരിപ്പൊടി തൂക്കി കൊടുക്കുന്നത്. നിങ്ങൾക്കിതുപോലെ പരത്തിയെടുത്ത് ഉണ്ടാക്കണം എന്നില്ല. വേണമെങ്കിൽ സേവനാഴിയിലിട്ടിട്ട് ചെറുതായിട്ട് പിഴിഞ്ഞെടുത്തിട്ടും ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ നമ്മൾ സാധാരണ പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുക്കുകയാണ്. ഒരുപാട് പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മെല്ലെ പരത്തുമ്പോൾ തന്നെ നന്നായിട്ട് പരന്ന് വരും. ഒരുപാട് ബലം കൊടുത്ത് പരത്തുകയാണെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കനത്തിലാണ് നമ്മൾ പരത്തിയെടുത്തിരിക്കുന്നത്. ഒരുപാട് നേർത്തിട്ടുമല്ല എന്നാൽ ഒരുപാട് കനത്തിലുമല്ല. ആ ഒരു രീതിക്ക് പരത്തിയെടുത്തതിന് ശേഷം ഞാനിതാ ഇതുപോലത്തെ ഒരു പാത്രം ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്കിത് വേണമെങ്കിൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു ഷേപ്പിലോട്ടേക്ക് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ രീതിക്ക് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്കി വരുന്ന കൂട്ട് നമ്മളുടെ നേരത്തെയുള്ള കൂട്ടിലേക്ക് യോജിപ്പിച്ചിട്ട് വീണ്ടും ഇതുപോലെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഒരു കുഴലപ്പത്തിൻ്റെ ഷേപ്പാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വിരൽ ഇതുപോലെ നടുക്ക് വെച്ചിട്ട് 2 ഭാഗവും ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ആ നടുവിൽ വരുന്ന ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കുഴലപ്പത്തിൻ്റെ ഷേപ്പ് കിട്ടും. ഇത് ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതിപ്പോൾ നമ്മളുടെ സാധാരണ ഒരു കുഴലപ്പത്തിൻ്റെ രൂപത്തിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല കാണാനൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നൊരു ഷേപ്പാണിത്. ഇത് നമ്മളിനി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഞാനിവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഓയിൽ ഒരുപാട് ചൂടാവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പം തന്നെ നമ്മളുടെ കൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ കൂട്ടിട്ടതിന് ശേഷം ഫ്ലെയിം മീഡിയം ടു ലോയിലോട്ടേക്ക് ആക്കുക. ആദ്യമൊന്നും അത് അനക്കാൻ പാടില്ല. കുറച്ച് നേരം അതുപോലെ തന്നെ വെക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ അത് എണ്ണയുടെ മുകളിലേക്ക് പൊങ്ങി വരും. ആ ഒരു സമയമാകുമ്പോൾ മാത്രം ഇത് മറിച്ചിട്ട് കൊടുത്താൽ മതി. അതിന് മുന്നേ മറിച്ചിടാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. അപ്പോൾ ഇതുപോലെ എണ്ണയുടെ മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിന് ഞാൻ മറിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ പുറമേ കളറൊക്കെ മാറി വരും. പക്ഷേ ഉള്ളിൽ നല്ലപോലെ ക്രിസ്പി ആയിട്ട് വരില്ല. അപ്പോൾ ഇത് കുക്കിംഗ് ടൈം കുറച്ച് കൂടുതലാണ്. കാരണം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുക്കിംഗ് ടൈം കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം.
കറക്റ്റ് പാകത്തിന് വെന്ത് വന്നു കഴിഞ്ഞാൽ അത് ഇതുപോലെ എണ്ണയുടെ അടിയിലോട്ടേക്ക് താണു പോകും. ആ ഒരു പരുവാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ദാ ഇത് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പെരി പെരി മസാലയും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മാത്രം പെരി പെരി മസാല ചേർത്താൽ മതി. ഇനി പെരി പെരി മസാല ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മാഗി മസാലയോ അല്ലാന്നുണ്ടെങ്കിൽ പാസ്ത മസാലയോ ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയാണ് ഉണ്ടാകുക. ഇതിപ്പോൾ ഞാനിപ്പോൾ ആ മസാല ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാ നമ്മളുടെ പലഹാരം ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കറുമുറ കഴിക്കാൻ വേണ്ടി പറ്റിയ ബാക്കി വന്ന ചോറ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെന്ന് ആർക്കും തന്നെ മനസ്സിലാകില്ല. നമ്മൾ പറഞ്ഞാൽ മാത്രമേ ആൾക്കാർക്ക് മനസ്സിലാകുകയുള്ളൂ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.